ഹലോ ഹായ് നമസ്കാരം. അങ്ങനെ മരണമാസം എന്ന സിനിമ കണ്ടു. സിനിമ മരണമാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു കോമഡി മൂവി ആയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കോമഡി അല്ല, ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് പറയും, ഒരു സർക്കാസ്റ്റിക് മോഡൽ കോമഡീസ് ആണ് ഫിലിമിലുള്ളത്. അതും സിനിമ മുഴുവൻ ആ ഒരു ട്രീറ്റ്മെന്റിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. സിനിമയിൽ കുറെ ഹൈ മൊമെന്റ്സ് ഉണ്ട്, ലോ മൊമെന്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ആയിട്ടാണ് സിനിമയുടെ സ്ക്രീൻ പ്ലേ പോകുന്നത്. അത് തന്നെയാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. കാരണം ചില കോമഡീസ് ഒക്കെ നന്നായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്ത്, ചിലത് പക്ഷെ അത്ര ഏറ്റില്ല എന്ന് തന്നെ പറയാം. സിനിമ തുടങ്ങി ഓരോരുത്തരുടെയും ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമയുടെ കോമഡി ട്രാക്ക് എങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പൊ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷനും അവരുടെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പോസ്റ്റേഴ്സ്, നെയിം ബോർഡ്സ്, അത് വരെ അവർ കറക്റ്റ് ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന് ഓരോ ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും ആ ഒരു പ്ലോട്ടിലേക്ക് വന്നിട്ട് പിന്നെയാണ് സിനിമ ഒരു ബസ്സിനകത്തേക്കാണ് സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫിൽ. ആ ഏരിയ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി കോമഡീസും കാര്യങ്ങളൊക്കെ, നല്ല ടൈമിങ്ങും, ആ ബസ്സിന്റെ അകത്ത് സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവം ആ ബസ്സിന്റെ അകത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കോമഡീസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ പോയി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ സർക്കാസ്റ്റിക് മോഡിൽ തന്നെയാണ് സിനിമ പോകുന്നതെങ്കിലും ആ ഒരു ഫ്ലോ നമുക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയില്ല. ശിവപ്രസാദാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിജു സണ്ണിയാണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. സിജു സണ്ണിയും ശിവപ്രസാദും കൂടിയാണ് തിരക്കഥ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഡയറക്ഷനൊക്കെ ഓക്കെ ആയിരുന്നു. ഫിലിം എടുത്തു വെച്ചിരിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ ഒരു ബോറടിപ്പിക്കാത്ത രീതിയിൽ നല്ല മേക്കിംഗ് ആയിരുന്നു ഫിലിമിന്റെ. ഈ ഡാർക്ക് കോമഡി ഹിറ്റ് ആവണമെങ്കിൽ, അത് ഒരു പഞ്ച് കിട്ടണമെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യണം. അപ്പൊ ഒരുപാട് ഏരിയയിലൊക്കെ അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല ഒരു അടിപൊളിയായിട്ട് തന്നെ ഫിലിം എടുത്തു വെച്ചിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ഒന്നാമത്തത് ബേസിൽ ജോസഫ് ആണ്. ബേസിൽ ജോസഫ് ഒരു ന്യൂജൻ വൈബ് ഉള്ളൊരു സ്റ്റാർ ആയിട്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കഞ്ചാവ് വീഡിയോ വലിച്ചിട്ടൊക്കെ ഉള്ള ഒരു കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴും കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ പെർഫോമൻസ് ഒക്കെ വൈസ് ഓക്കെ ആയിരുന്നു. രണ്ടാമത് എടുത്തു പറയേണ്ടത് നമ്മുടെ സിജു സണ്ണിയാണ്. സിജു സണ്ണിയാണ് ഇതിൽ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പുള്ളി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി ഒരു പാവം ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സിജു സണ്ണി നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്, ഒട്ടും ഓവറാക്കണ്ട. പിന്നെ എടുത്തു പറയേണ്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണയാണ്. പുള്ളി ആ കൺവിൻസിങ് സ്റ്റാർ എന്ന ലേബിളിനോട് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നത്. പുള്ളിയുടെ കുറെ വൺ ലൈനേഴ്സും എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്. ശരിക്കും എൻജോയ് ചെയ്ത പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ അനിഷ്മ അനിൽകുമാറാണ് ഇതില് നായികയായിട്ട് വരുന്നത്. പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. ഡയലോഗ് ഡെലിവറി ചെറിയൊരു ഇതായിട്ട് തോന്നി, എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി. പിന്നെ ബാബു ആന്റണി ഉണ്ട് ഈ ഫിലിമിൽ. ബാബു ആന്റണി ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ്. പുള്ളിയും ഉള്ള സംഭവം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയിലെ ഷോ സ്റ്റീലർ എന്ന് പറയേണ്ടത് നമ്മുടെ രാജേഷ് മാധവനാണ്. ഒരു സൈക്കോ കില്ലറായിട്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ ആ ബോഡി ലാംഗ്വേജും ആ എക്സ്പ്രഷൻസും ഒക്കെ സൂപ്പർ കറക്റ്റ് ആയിട്ട് സെറ്റായി എന്ന് തന്നെ പറയാം. പുള്ളിയുടെ ആ ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ പുള്ളിയെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കോമഡീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പുള്ളിയെ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ സിനിമ മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നത് തന്നെ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിന്റെ ഇത് വെച്ചിട്ടാണ്. പുള്ളി നല്ല രസമാണ് പുള്ളിയുടെ ആ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരണമാസ് ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ചിലർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും, ചിലർക്ക് അങ്ങനെ അധികം ഇഷ്ടപ്പെടാൻ വഴിയില്ല. അങ്ങനത്തെ ഒരു ജേണറാണിത്, സർക്കാസ്റ്റിക് കോമഡി. എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് അനുഭവപ്പെട്ടത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.